നമ്മളെ അടിച്ചമർത്താൻ ട്രൈ ചെയ്യുന്ന കുറേ ഒരു ക്യാമ്പയിൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനെതിരെ ശബ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പണികൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിലു ടോക്സിൻ്റെ ചാനലിൽ സിലു ഡിവോഴ്സായി എന്നുള്ളൊരു ഇത് വന്നതിന് ശേഷം പിന്നെ അതിനെ വെച്ചിട്ടുള്ള ഒരു ഇതാണല്ലേ പിന്നീട് അങ്ങോട്ട് കാണുന്നത്. സിലുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറേ പേരുണ്ട്, അതുപോലെ തന്നെ സിലുവിനെ കുറ്റപ്പെടുത്തുന്നവരും കുറേ പേരുണ്ട്. അപ്പോൾ സിലുവിനെ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സിലു അതിലൂടെ അനുഭവിച്ചു പോയത് കൊണ്ടാണ് ആ പുള്ളിക്കാരി ആ ഒരു ഇതിൽ നിൽക്കുന്നത്. ഇപ്പോൾ 20 വർഷത്തെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അതിൽ നിന്നും എന്താ പറയുക, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പടിയിറങ്ങേണ്ടി വരുമ്പോഴുള്ള ആ ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ, അപ്പോൾ ആ ഒരു ഏതൊരു വീഡിയോയിൽ വന്ന് പറയുമ്പോഴും എന്താണ് ഏതാണെന്ന് പറയേണ്ടതെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല. അതുപോലെ തന്നെ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറയുന്നത് കേട്ടു, സിലു റിയാക്ഷൻ ചെയ്യുന്നവരോട് എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് പുള്ളിക്കാരി പറഞ്ഞത് റിയാക്ട് ചെയ്യുന്നവർ പല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടാണ് പുള്ളിക്കാരിയെ പല എന്താ പറയുക നെഗറ്റീവ് ആക്കിയിട്ടാണ് പുള്ളിക്കാരിയെ കാണുന്നത്. പുള്ളിക്കാരിൻ്റെ സിറ്റുവേഷൻ എന്താണ് ഏതാണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഈ റിയാക്ഷൻ ചെയ്യുന്നവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെ എടുത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താണ്, ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ആ ഒരു മനോഭാവം. എന്താ ചോദിച്ചാൽ, ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു 20 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവൊന്നുമല്ല. ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവൊന്നുമല്ല. ഒരു കുടുംബം നോക്കേണ്ട ഗൃഹനാഥൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന സമയത്ത് ആ 5 മക്കളുടെയും ആ ചുമതല ആ പെണ്ണിന് വരികയാണ്. പിന്നെ ആ പിള്ളേരുടെ പഠിപ്പ്, ആ പിള്ളേരുടെ ഭാവി, അതൊക്കെ ആലോചിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ആ പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. അതിന് പല വിധേന പല കുറ്റങ്ങളിലൂടെയാണ് ആളുകൾ അത് മനസ്സിലാക്കിയെടുക്കുന്നത്, അത് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കുന്നില്ല. നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ ഇത്രയും വലിയൊരു എന്താ പറയുക വലിയൊരു ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഡിവോഴ്സായി എന്ന് തുറന്ന് പറയുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നവരെന്തായാലും അതെടുത്ത് റിയാക്ട് ചെയ്യും. പക്ഷേ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് എന്നെ നെഗറ്റീവാക്കി കാണണ്ട. ഇപ്പം 1000 കുടത്തിൻ്റെ അത് വായ മൂടിക്കെട്ടാം, പക്ഷെ മനുഷ്യരുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അത് ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു, ഇത് പബ്ലിക്കിന് മുമ്പിൽ പറയേണ്ട, അത് മറ്റുള്ളവർ വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത് എന്നൊക്കെ പുള്ളിക്കാരി ഓരോരുത്തരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ. പക്ഷെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് സിലുവിന് ഈ ഒരു ഇത് പറയേണ്ടി വന്നത്, ഞങ്ങൾ ഡിവോഴ്സായി എന്ന് വ്യക്തമായിട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് പലരും പല രീതിയിൽ അത് ഇതാക്കി എടുക്കുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. ആ ഒരു എന്താ പറയുക അവളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഓരോ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞ് സങ്കടം തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിന്ന് പെട്ടെന്ന് നമ്മൾ വേറൊരു ഇതിലോട്ട് മാറി, ആ ഭർത്താവിൽ നിന്ന് വേറൊരു ഇതിലോട്ട് മാറി നമുക്ക് എന്താ പറയേണ്ടത്, നമ്മൾ എന്താ പറയുന്നത് പോലും നമുക്ക് ചിലപ്പോൾ ഇതായി വരില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാതെ പെണ്ണുങ്ങൾ പോലും അവളെ കുത്തി നോവിക്കുന്ന ആ ഒരു തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞ് സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും സിലുവിൻ്റെ കുറച്ച് വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഇനി ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരു കൃഷിക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവർ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ധാന്യങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് ഒരു വാഹനം വേണം. അങ്ങനെ ഇരിക്കെ ഭാര്യ തീരുമാനിച്ചു, ഓക്കെ നമുക്കൊരു കഴുതനെ വാങ്ങാം. അപ്പോൾ ഈ കഴുതനെ നമുക്ക് യാത്ര ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കഴുതനെ വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയി. അങ്ങനെ കഴുതനെ വാങ്ങിയിട്ട് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരാണ്. അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു പെണ്ണ് വഴിയിൽ നിന്നുകൊണ്ട് ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരിചിതൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അവർക്ക് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഷോക്കായി, എന്തിനാണ് ഇവരിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കഴുതനെ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ്
അതിനെയും നടത്തി നിങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാലോ. അപ്പം ഇത്രയും ബുദ്ധിയില്ലാത്ത നിങ്ങളെ കണ്ടതുകൊണ്ട് ഞാൻ പരിഹസിച്ച് ചിരിച്ചതാണ് എന്നവർ പറഞ്ഞു. ഇവിടെ ഇവരുടെ തീരുമാനമായിരുന്നു ഫസ്റ്റ് കഴുതൻ്റെ മുകളിൽ കയറണ്ട, എല്ലാവർക്കും കൂടെ നടന്നു പോവാന്നുള്ളത്. പക്ഷേ അവർ ഇയാളുടെ ചിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, എന്തിനാണ് ഇവർ പറയുന്നത് ശരിയാണല്ലോ, എന്നാൽ പിന്നെ നമുക്ക് കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ആ പുരുഷനാണ് അതിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അങ്ങനെ കുറച്ചും കൂടി ദൂരത്തിലേക്ക് പോകുന്ന സമയത്ത് വേറെ അപ്പുറത്ത് ഈ വട്ടം കൂടി ഒരു പണിയില്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരെല്ലാവരും കൂടെ ഇവരെ നോക്കി വീണ്ടും പരിഹസിച്ച് ചിരിച്ചു കൊണ്ടിരുന്നു, എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പരിഹസിച്ച് ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ ഇത്രയും തണ്ടും തടിയും എല്ലാം ഉണ്ടായിട്ട് ആ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു, ആ ലേഡീനെ ഇവൻ നടത്തിയാണ് കൊണ്ടുപോകുന്നത്, സ്ത്രീകൾക്കല്ലേ പരിഗണന കൊടുക്കേണ്ടത്, സ്ത്രീനെയും കൂടെ കയറ്റായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചിന്തിച്ചു, ശരിയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഭർത്താവ് അതിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ഭാര്യ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ചും കൂടെ ദൂരെ എത്തിയ സമയത്ത് അപ്പുറത്തൊരു ചായക്കടയിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ നോക്കി വീണ്ടും അവർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ടിരുന്നു. അടുത്തെത്തുമ്പോഴാണ് അവർ പറഞ്ഞത് എന്താണെന്ന് ഈ ഭാര്യയും ഭർത്താവും കേൾക്കുന്നത്. അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ പെണ്ണിന് അഹങ്കാരമാണ്, ആ ഭർത്താവിനെ രാജാവിനെ പോലെ കൊണ്ട് നടക്കണം, അതിന് പകരം അയാളെ നിലത്ത് നടത്തിച്ചിട്ട് ഇവള് വലിയ അഹങ്കാരിയായിട്ട് ആ കഴുതപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഈ സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു പെണ്ണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഭർത്താവിൻ്റെ കീഴിൽ ഒരു അടിമനെ പോലെ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്കും ശരിയാണല്ലോ, നാട്ടുകാരെ കൊണ്ട് എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീൻ്റെ കൂടെ തന്നെ ഈ ഭർത്താവും കയറി രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും കുറച്ച് ദൂരം എത്തിയതിന് ശേഷം ഒരു കവലയിലെത്തി. അവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലെ വെറുതിരിക്കുന്നുണ്ടായിരുന്നു. അവരിവരെ കണ്ടതും തന്നെ വീണ്ടും പറയാൻ തുടങ്ങി, ഇത്രയ്ക്കും നിഷ്കരണം ഒരു കാരുണ്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണോ ഇവർ? ഒരു കഴുതൻ്റെ പുറത്ത് ഇത്രയും ഭാരമുള്ള 2 പേര് കയറി ഇരിക്കുകയാണ്, ഒരിറ്റ് കാരുണ്യം പോലും ഇവർക്കില്ല, നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന രീതിയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് സീരിയസ്ലി ആകെ ഷോക്കിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ, നാട്ടുകാർ പറയുന്നതും ശരിയാണല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഈ ഭാര്യയും ഭർത്താവും എത്തി. അവസാനം ഇയാൾ ആ കഴുതനെ തൻ്റെ തോളിലേറ്റി നടക്കാനായിട്ട് തുടങ്ങി. ഇനി ആരും ഒന്നും പറയൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുതനെ തലയിലേറ്റി ഇവർ നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറെ ദൂരം എത്തിയപ്പോഴാണ് ഒരു പണ്ഡിതൻ ആ വഴിക്ക് വന്നത്. എന്നിട്ട് ആ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കഴുതൻ എന്തിനാ തലയിലേറ്റിട്ട് നടക്കുന്നത്? അതൊരു ജീവിയല്ലേ, അതിന് കാലില്ലേ, നിങ്ങൾ അതിന് താഴെയല്ലേ ഇറക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന സമയത്തുള്ള മൊത്തം കഥയും ആ പണ്ഡിതനോട് അവർ പറഞ്ഞു കൊടുത്ത സമയത്ത് പണ്ഡിതൻ പറഞ്ഞു, പീപ്പിൾ ഓൾവേസ് ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് അറിയാത്ത കാര്യത്തിലാണെങ്കിലും അവരെന്താണോ ആ സമയത്ത് കാണുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതൊന്നും നോക്കാതെ കുറച്ച് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു കഥയിൽ തന്നെ ഉണ്ട് ഉത്തരവും. എന്താ ചോദിച്ചാൽ, സിലു പുറത്ത് വന്ന് പബ്ലിക്കിന് മുമ്പിൽ ഈ ഇത് പറഞ്ഞു, ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് എന്താ പറയുക, ഒരു മനുഷ്യനെ പോലെയല്ല ബാക്കി എല്ലാ മനുഷ്യരും. അപ്പോൾ ആ ഒരാൾ ചിന്തിക്കുന്നത് പോലെയല്ല എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല എൻ്റെ ചുറ്റുമുള്ളവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കാര്യം നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയുമ്പോൾ ആ എല്ലാവരും ഒരു രീതിയിലല്ല അത് എടുക്കുന്നത്. ഇപ്പോൾ സിലുവിനോട് താല്പര്യമുള്ളവർ സിലുവിനോട് ചോദിച്ചു, സിലു എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളെയൊക്കെ കാണാനില്ലല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ആ ആളുകൾക്ക് വേണ്ടി സത്യങ്ങൾ തുറന്നു പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരിയെ വെറുക്കുന്നവരും പുള്ളിക്കാരെ ഇഷ്ടപ്പെടാത്തവരും അത് വേറെ രീതിയിലാണ് അതെടുത്തത്. അതാണ് ബഹുജനം പലവിധം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് ജനങ്ങൾ പലവിധമാണ്, പല രീതിയിലാണ് എടുക്കുന്നത്. നമ്മളപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറയുന്ന സമയത്ത് അത് വേറെ രീതിയിലെടുത്തു. അത് എനിക്ക് സിലുവിനോട് പറയാനുള്ളത് അത് ആ ഒരു രീതിയിൽ സിലുവും എടുത്താൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ സിലുവിനെ കുറ്റം പറയുന്നവരോടൊക്കെ നമ്മളത് ആൻസർ ചെയ്യാൻ പോയാൽ നമ്മളതിനെല്ലാം റിപ്ലൈ കൊടുക്കാനും അതിനെല്ലാം നമ്മൾ ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ അനുഭവിക്കുന്നത്
അനുഭവിക്കുമ്പോഴേ നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ. മറ്റൊരാൾക്ക് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചന്തെന്ന് പറയില്ല, അതുപോലെ തന്നെ സിലു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ മറ്റൊരാൾക്ക് കാണുമ്പോൾ അതൊരു ചില ആളുകൾക്ക് വിഷമമായിരിക്കും, ചില ആളുകൾ അത് കൊട്ടിഘോഷിക്കുക തന്നെ ചെയ്യുക. പലരും അത് നമ്മുടെ ഈ ഒരു മോശം അവസ്ഥ പലരും നമ്മളെ എന്താ പറയുക, നമ്മളെ പല രീതിയിലും കുറ്റപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ സങ്കടം കണ്ട് നമ്മുടെ വിഷമം അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ തന്നെയാണ് പലരും ശ്രമിക്കുള്ളൂ. ആരും നമ്മളെ ആശ്വസിപ്പിക്കാൻ വരില്ല, ഇല്ലായ്മയിൽ നമ്മളെ ആരും ആശ്വസിപ്പിക്കാൻ വരില്ല. നമ്മുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്നവർ മാത്രമേ നമുക്ക് ചുറ്റും ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ചിലരാണ് സിലുവിനെ നിരന്തരം അങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ട് ഇതാക്കുന്നത്. അതുപോലെ തന്നെ സിലു ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ അടിമയാകേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു ടോക്കിനോട് എനിക്ക് യോജിപ്പില്ല. എന്താ ചോദിച്ചാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. ഈ സ്ത്രീകളുടെ ഇടയിൽപ്പെട്ട് പുരുഷന്മാരും പീഡനം അനുഭവിക്കുന്ന പലരും ഉണ്ട്. സ്ത്രീകൾ എന്താ പറയുക, ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത പലരും ഉണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. എന്താണ്, നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്ത്രീകൾ പുരുഷ പീഡനം എന്ന് തന്നെ പറയാം. ആ പുരുഷന് യാതൊരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത പല ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു ഇതിലോട് ഇപ്പോൾ ഒരാൾക്ക് സിലുവിന് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ആ ഒരു ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്തായാലും അതിൽ വന്ന കുറച്ച് കമൻസ് ഉണ്ട്, അതെന്തായാലും ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. ഒന്ന് വായിക്കാം നമുക്ക്. കമൻസ് എങ്ങനെയാണ്: എന്തിനാ എപ്പോഴും ആണുങ്ങളെ കുറ്റപ്പെടുത്തുന്നേ? നല്ല ആളുകളും ഇല്ലേ? ഇപ്പോൾ സിലുവിൻ്റെ ഉപ്പ ഉമ്മാനെ നല്ല പോലെയല്ലേ നോക്കിയത്? അതുപോലെ നിങ്ങളുടെ ബ്രദേഴ്സ് അവരുടെ വൈഫിനെയൊക്കെ നല്ല പോലെയല്ലേ നോക്കുന്നത്? ഇപ്പോൾ ഇല്ല എല്ലാ ആണുങ്ങളും അല്ല, ചില ആണുങ്ങൾ മാത്രം. ഇതുപോലെ സ്ത്രീകളിലും ഉണ്ട് നല്ല ആണുങ്ങളും അല്ലാത്തവരും. എത്ര കുടുംബങ്ങൾ സ്ത്രീകൾ നല്ലത് അല്ലാത്തത് കൊണ്ട് കുടുംബം തകരുന്നത്. അപ്പോൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് കമൻറ്റ്സ് റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ അതിനെ നേരം കാണൂ. സത്യമാണ്, നമ്മളെല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ അതിന് സമയം കാണുള്ളൂ. ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, നമുക്കത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മളതെല്ലാം വായിച്ച് അതിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കമൻറ്റ് എങ്ങനെയാണ്: സിലു, പെണ്ണുങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നവർ എന്ന് പറയരുത്. എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രയ്ക്കായി എല്ലുമുറിയെ പണിയെടുക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള ആണുങ്ങളോടുള്ള അവഹേളനമാണ് ആ വാക്ക്. ഒരാളുടെ അനുഭവം വെച്ച് മൊത്തം വിലയിരുത്തരുത്. സിലുവിൻ്റെ ഹാർഡ് വർക്ക് സമ്മതിച്ചു, എല്ലാം ശരിയാവും ഇൻഷാ അല്ലാ. ശരിയാണ്, ഒരാളുടെ ഇത് വെച്ചിട്ട് എല്ലാ ആണുങ്ങളും മൊത്തത്തിൽ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ ഇതിൽപ്പെട്ട് ആണുങ്ങളും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ആണുങ്ങളും നമുക്ക് ചുറ്റും ഉണ്ട്. പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്: സ്ത്രീകൾ മാത്രമാണോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്? പുരുഷന്മാരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. മക്കളെ ഓർത്ത് വീണ്ടും ജീവിക്കുന്നു. അല്ലാതെ സ്ത്രീകൾ മാത്രം ഒരു സഹിക്കുന്നവർ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. തീ ഇല്ലാതെ പുകയുണ്ടാവില്ല. അങ്ങനെ സ്ത്രീകളുടെ ഇതിൽപ്പെട്ടിട്ട് പുരുഷന്മാരും പല വിധത്തിലും ദ്രോഹം അനുഭവിക്കുന്നുണ്ട്. മക്കളെ ഓർത്തിട്ട് മാത്രം അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. അവർ വേറൊരു കല്യാണം കഴിക്കുന്നുണ്ട്. അത് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും അവരെ ദ്രോഹിക്കുന്ന അതേ ഭാര്യകളും നമുക്ക് ചുറ്റും കാണുന്നതും ഉണ്ട്. അപ്പോൾ പുരുഷന്മാർ മാത്രം നമ്മളങ്ങനെ ഒന്നോ രണ്ടോ പുരുഷന്മാർ നമ്മളിതാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളങ്ങനെ കാണണമെന്നില്ല. അപ്പോൾ അതിനോട് എനിക്കും യോജിപ്പുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സിലുവിനെ കുറ്റം പറയുന്നവരൊന്ന് ചിന്തിക്കുക. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ഉമ്മാക്കാണെങ്കിലും നമ്മുടെ പെങ്ങന്മാർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുക? അങ്ങനെ ഒന്ന് മാത്രം ചിന്തിച്ച് നോക്കുക. ആ 5 മക്കളെയും കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും സിലു ആ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ സിലുവിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു: നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ എന്തിനാണ് സിലുവിനെ പറയുന്നത്? വീഡിയോ മുഴുവൻ കാണാതെയാണ് പലരും കമൻറ്റ് ഇടുന്നത്. അതുപോലെയാണ് സിലുവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വീഡിയോ കണ്ടിട്ടായിരിക്കും പലവരും അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും. അപ്പോൾ ഈ ആളുകളുടെ മുമ്പിൽ സിലുവിൻ്റെ കാര്യം പറഞ്ഞു, ഡിവോഴ്സായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ പല വിധത്തിലും വ്യാഖ്യാനിച്ചിട്ട് പല രീതിയിലാണ് ആളുകൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കും. ഇപ്പോൾ കാര്യം പറഞ്ഞല്ലോ, ചോദിച്ചവരുടെ മുമ്പിൽ കാര്യം പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ അത് അവസാനിപ്പിച്ചു എന്ന് കാര്യം പറഞ്ഞില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇനി അതിന് ഒരു കമൻറ്റും കൊടുക്കാതിരിക്കേണ്ട. സിലുവിനെ സ്നേഹിക്കുന്നവർ സിലുവിൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സിലു വീഡിയോ ചെയ്യുക.
അല്ലാതെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലും നെഗറ്റീവായിട്ട് പോവാതെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല. അത് 100% ഉറപ്പാണ്. നമ്മൾ 20 വർഷത്തോളം ഒരാളുടെ കൂടെ ജീവിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാളില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ മൈൻഡേ മാറിപ്പോകും. അതൊന്ന് റിക്കവറായി വരാൻ സമയം പിടിക്കും. പിന്നെ പല തിരക്കുകളും കാര്യങ്ങളും സിലുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. ആകുന്നതും ആരും സിലുവിന് കുറ്റപ്പെടുത്താതിരിക്കാൻ നോക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ പല വാക്കുകൾ ആ ടെൻഷൻ്റെ പുറത്ത് പുള്ളിക്കാർ പലതും വിളിച്ച് പറയുന്നുണ്ട്. പലതും വന്നു പോവും, ആർക്കാണെങ്കിലും അത് വന്നു പോവും, അത് സ്വാഭാവികമാണ്. അതിന് നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.